MG വിൻസോറുമായിട്ട് ഒരു ലോങ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ. 1358 കിലോമീറ്ററിൽ നിന്നാണ് മീറ്റർ റീഡിങ് സ്റ്റാർട്ടാകുന്നത്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂരാണ്. പോകാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് വഴിയാണ്. തമിഴ്നാട് മധുര ടച്ച് ചെയ്താണ് ഞങ്ങളുടെ റൂട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 252 കിലോമീറ്റർ ഉണ്ട് മധുര എത്താനായിട്ട്. ഫുൾ ചാർജ് ചെയ്ത് ഇറങ്ങുന്ന നമുക്ക് ഈ 252 കിലോമീറ്റർ ഓടിയെത്താനാകുമോ എന്നൊരു സംശയമുണ്ട്. സോ പോകുന്ന വഴിക്ക് രാജാപ്പാളയം എന്ന സ്ഥലത്ത് നമുക്ക് റിലാക്സിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷനുണ്ട്. സോ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. 169 കിലോമീറ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നുള്ളത്. റിലാക്സിൻ്റെ ഈ ചാർജിങ് സ്റ്റേഷനിൽ വിൻസോർ AV നമുക്കായി നൽകിയ 1 ഇയർ ഓഫർ, ചാർജിങ് ഫ്രീ ആയിട്ടുള്ള ഓഫർ നമുക്കിവിടെ ലഭിച്ചില്ല. ഏകദേശം 500 രൂപയോളം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നമുക്കിവിടെ നിന്ന് ടോപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ നിന്ന് ചാർജിങ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നേരെ മധുരയിലേക്ക് വിടുകയാണ്. ഡ്രൈവർ മാറിയിട്ടുണ്ട്. ഡ്രൈവിംഗ് വളരെ സ്മൂത്താണ്. തമിഴ്നാട്ടിലെ അധികം തിരക്കുകളൊന്നുമില്ലാത്ത ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമായിരുന്നു. വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയാം, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ് വണ്ടി. റെസ്പോൺസീവ് സ്റ്റിയറിംഗ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്തു. ഇൻസ്റ്റൻറ്റ് ടോർക്കാണ് വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എഫർട്ടൊന്നും അധികമില്ലാതെ ആക്സിലറേഷൻ സ്മൂത്ത് ആൻഡ് സൈലൻറ്റ് ഓവർടേക്കിംഗ് ആണ്. ഇത്രയുമാണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിനിടയിൽ യാത്ര മധുര കഴിഞ്ഞിരുന്നു. മധുരയിൽ നിന്നും ലഞ്ച് കഴിഞ്ഞു. സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ നിന്നും 100% വീണ്ടും ചാർജ് ചെയ്തു. അടുത്തത് 142 കിലോമീറ്റർ അകലെയുള്ള കരൂർ എന്ന സ്ഥലത്തേക്കാണ്. ഈ യാത്രയിൽ ഹൈ സ്പീഡ് റൈഡിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. ഏകദേശം 110-120 കിലോമീറ്റർ സ്പീഡിലെ യാത്ര ഹൈ സ്പീഡിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നൽകിയില്ല എന്ന് മാത്രമല്ല പാസഞ്ചേഴ്സിനും വളരെ കംഫർട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം കരൂരിലാണ്. കരൂർ 142 കിലോമീറ്റർ അകലെയാണ് മധുരയിൽ നിന്നും. ഈ യാത്രയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ചാർജിങ് സ്റ്റേഷനുകളിലൊന്നാണ് ഈ കരൂരിലേത്. കാരണം ഹൈവേ സൈഡിൽ നിൽക്കാനോ ഇരിക്കാനോ പോലും സ്ഥലമില്ലാതെ ഒരു ചാർജിങ് സ്റ്റേഷനായിരുന്നു ഇത്. ഇവിടെ നിന്ന് ചാർജ് ചെയ്തു വീണ്ടും നമ്മളുടെ യാത്ര സേലത്തേക്ക് പോയി. സേലം കഴിഞ്ഞുള്ള ഓമല്ലൂർ എന്ന സ്ഥലത്താണ് നമ്മളുടെ സ്റ്റേ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് തൊട്ടടുത്തായി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് പഞ്ചാബി ധാബ ഉണ്ടായിരുന്നു. പഞ്ചാബി ധാബ എന്ന് പേരിലേ ഉള്ളൂ. സത്യത്തിൽ അവിടുത്തെ ഫുഡ് ഒരു തമിഴ് സ്റ്റൈലായിരുന്നു. രണ്ടും കൂടി മിക്സായ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിന്നർ കഴിഞ്ഞു നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത, ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ ഹോട്ടലായിരുന്നു ഇത്. സോ ആദ്യത്തെ ഗസ്റ്റുകളിൽ ഒരാൾ ഞങ്ങളായിരുന്നു. ഹൈവേ സൈഡിൽ തന്നെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉള്ള ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് പുതിയ ബെഡ്ഷീറ്റ്, പുതിയ പില്ലോ, എല്ലാം കവറെല്ലാം റിമൂവ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റൂം ഒരുക്കുകയായിരുന്നു. ഞങ്ങൾ 3 പേർക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കിട്ടിയത്. ഇന്നിവിടെ സുഖ ഉറക്കം. പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി അടുത്ത യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തു റൂമിൻ്റെ വെളിയിലേക്ക് വന്നു. കൂട്ടുകാരൻ വണ്ടിയുമായി തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക്. ചാർജിങ് സ്റ്റേഷന് തൊട്ടടുത്തായി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് യാത്ര ബാംഗ്ലൂരിലേക്ക് പോകാം. ഞങ്ങൾ നടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അത്യാവശ്യം തിരക്കുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണിത്. അവിടെ നിന്ന് ഞങ്ങളൊരു 3 പേരും ഓരോ നെയ് റോസ്റ്റ് പറഞ്ഞു. നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ്, കുറ്റം പറയാനൊക്കില്ല. ആ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സ്റ്റൈൽ കാണിച്ചു. അത് കഴിഞ്ഞു ചാർജ് ഡിസ്കണക്റ്റ് ചെയ്തു. ഏകദേശം 100% ചാർജ് നമുക്കായി കഴിഞ്ഞു. ഇനിയുള്ള യാത്ര ബാംഗ്ലൂരിൻ്റെ തിരക്കുകളിലേക്കാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഷംനാസാണ് ഡ്രൈവിംഗ്. രാവിലത്തെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ. ഞങ്ങളിത് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രോണിക് സിറ്റി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കാണുന്നതാണ് ബാംഗ്ലൂരിലെ എലിവേറ്റഡ് ഹൈവേ. ഏകദേശം 10 കിലോമീറ്ററോളം ഈ തൂണിൻ്റെ മുകളിലൂടെയാണ് യാത്ര. ചെറിയൊരു അബദ്ധം പറ്റിയത് കാരണം ഈ എലിവേറ്റഡ് ഹൈവേയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല നമുക്ക്. പകരം താഴെ കൂടിയാണ് പോകേണ്ടി വന്നത്. എന്നിരുന്നാലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു ബാംഗ്ലൂർ സിറ്റിയിൽ ഞങ്ങൾ കയറുമ്പോഴുള്ള തിരക്ക്.
അതെല്ലാം കടന്ന് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്യുകയാണ് ബാംഗ്ലൂർ സിറ്റിക്കുള്ളിലേക്ക് കിടക്കും തോറും ട്രാഫിക്കിൻ്റെ അളവ് കൂടി വന്നു. അറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ട്രാഫിക് ബ്ലോക്കുകളിലൊന്ന് ബാംഗ്ലൂരെയാണെന്ന്. അത്യാവശ്യം കുറേയധികം സമയം ട്രാഫിക് ബ്ലോക്കിൽ നമ്മളും പെട്ടു. അത് കഴിഞ്ഞ് അടുത്തുള്ള ഒരു മോളിലേക്ക് വന്നു. ചാർജ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. സിയോണിൻ്റെ ചാർജറാണ് അവിടെ ഉള്ളത്. ഏകദേശം 80 കിലോ വാട്ട്സോളം ഉള്ള അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങാണ്. വണ്ടി കൊണ്ടുവന്നു, വേറെ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളതെന്ന്. വണ്ടി കൊണ്ടുവന്നപ്പോൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു, ചാർജ് ചെയ്യാനായിട്ട് ഇട്ടു. ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് തന്നെയായിരുന്നു. നേരെ മുകളിലെ മോളിലേക്ക് വന്നു. ചെറിയൊരു ഷോപ്പിംഗ്, അതാണ് ലക്ഷ്യം. മോൾ ഏകദേശം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. മോളിന് പുറത്തേക്ക് ഇറങ്ങി. പുറമേ നിന്നുള്ള കാഴ്ച അതീവ രസമായിരുന്നു. ഇതെല്ലാം ഒന്ന് കണ്ടു. തൊട്ടടുത്തായിട്ട് ദേ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ളതാണ്, രസമുണ്ട്. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ലണ്ടൻ ബസ് എന്താ പേര്, കൊള്ളാം, നല്ല രസമുണ്ട്. ഓടുന്നില്ല, അവിടെ നിർത്തിയിട്ടേക്കുകയാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് നമ്മുടെ റൂമിലേക്ക് വന്നു. അവിടെ എടുത്തിരിക്കുന്ന റൂം മജസ്റ്റിക്കിനടുത്തായിട്ടാണ് നമ്മുടെ റൂം എടുത്തേക്കുന്നത്. റൂമിലേക്ക് വന്നു. റൂം എടുത്ത് കഴിഞ്ഞ ശേഷം ഇനിയുള്ള ലക്ഷ്യം നമുക്ക് ശിവാജി നഗർ പോകണം. ശിവാജി നഗർ പോയി അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ റൂമിൽ വന്നു, ബാഗും കാര്യങ്ങളും എല്ലാം വെച്ച ശേഷം ശിവാജി നഗറിലേക്ക് പോവുകയാണ്. ശിവാജി നഗറിൽ വന്നിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡ് കുറച്ച് ഹൈജീൻ്റെ കുറവുണ്ട്, പ്രശ്നമാകുമോ എന്നൊരു ഡൗട്ട്. എന്നിരുന്നാലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു വലിയ ആഗ്രഹം. നമ്മൾ അവിടെയൊക്കെ നടന്നൊന്ന് കണ്ടു. പലതരം ചിക്കൻ, മട്ടൺ, ബീഫ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. ബീഫ് ബാൻഡാണെന്നൊക്കെ പറയുമെങ്കിലും അവിടെ ബീഫ് യഥേഷ്ടം നമുക്ക് കിട്ടിയായിരുന്നു. ഇനി വേണ്ടത് അത്യാവശ്യം വൃത്തിയുള്ളൊരു കടയാണ്. ഒരുപാട് കടകൾ റോഡിന് ഇരുവശത്തായിട്ടുണ്ട് എങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്നൊരു കട കണ്ടെത്താൻ കഴിഞ്ഞില്ല. നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങേറ്റം ഇങ്ങേറ്റം നോക്കുമ്പോൾ ദൂരെയായിട്ടൊരു കട കാണുന്നുണ്ട്. കുറച്ച് വലിയ കടയാണ്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നുമുണ്ട്. ഹോട്ടൽ പ്രിൻസ്. പുറമേ നിന്ന് കാണാൻ തന്നെ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മീറ്റ് ഐറ്റംസ് ഉണ്ട്. इसका नाम क्या है? चाप्स है, बीफ चाप्स। बीफ चाप ये क्या है? पान मसाला। और ये जो रस्सी है वो बीफ मसाला। वो बीफ मसाला। बीफ फ्राई। बीफ फ्राई है क्या? बीफ फ्राई है। बीफ कितनी? बीफ पेपर है। बीफ चाप्स है। चाप्स। बीफ चिल्ली। बीफ लिवर। चटपटा पराठा ईरानी कबाब, चिकन ईरानी कबाब, प्रॉन्स, चिकन पेपर, चिकन चिल्ली, चिकन चटपटा, चिकन सिंगापुरी. ഞങ്ങൾ അവിടെ നിന്നൊരു ബീഫ് പായ, അതുപോലെ തന്നെ ബീഫ് ചോപ്സ്, അതോടൊപ്പം ഒരു ചിക്കൻ കബാബ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു റൊട്ടിയും കൂട്ടി അങ്ങ് കഴിച്ചു. പണ്ട് മുതലേ ശിവാജി നഗറിലെ സ്ട്രീറ്റ് ഫുഡിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എപ്പോൾ ബാംഗ്ലൂർ പോയാലും ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാതെ വരുന്ന പരിപാടിയില്ല. ഈ ചിക്കൻ കബാബിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. ഇനി ഇവിടെ നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ റൂമിലേക്ക് പോകണം. റൂമിൽ പോയി നാളെ രാവിലെ തന്നെ തിരിച്ച് നന്ദി ഹില്ലിലേക്ക് പോകണം. പിറ്റേന്ന് രാവിലെയുള്ള യാത്ര സുഖമായിരുന്നു. അധികം തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവ് ചെയ്ത് പോകാൻ സുഖമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 61 കിലോമീറ്ററോളം അകലെയാണ് ഈ നന്ദി ഹിൽ ഉള്ളത്. സിറ്റി വിട്ട് നമ്മുടെ ഏകദേശം എയർപോർട്ട് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡ് തന്നെ കാണാൻ തന്നെ നല്ല രസമാണ്. 2 സൈഡിലായിട്ട് മരങ്ങളും അധികം തിരക്കുകളില്ലാത്ത റോഡുകളും സൈഡിലായി കുറേ ചെറിയ കച്ചവടക്കാരും എല്ലാമായിട്ടുള്ള നന്ദി ഹില്ലിലേക്കുള്ള റൂട്ട് നല്ല രസമായിരുന്നു. ഈ റോഡും കഴിഞ്ഞ് ചുരമെല്ലാം കയറി നന്ദി ഹില്ലിന് മുമ്പിലെത്തിയ ഞങ്ങൾ കാണുന്നത് ആ കവാടത്തിന് മുന്നിലായി ഒരു ബസ് ബ്ലോക്കായി കിടക്കുക. ആ ബസ്സിന് ആ കവാടം കടന്ന് മുൻപിലേക്ക് പോകാൻ കഴിയുന്നില്ല. കുറച്ച് സമയം ഞങ്ങളും അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു. ബസ് പോകുമോ ഇല്ലയെന്ന് നോക്കാമല്ലോ, ഒരു രക്ഷയില്ല. ആശ മുമ്പിലേക്ക് എടുക്കുന്നു, കവാടത്തിൽ തട്ടുമെന്നാകുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും റിവേഴ്സ് വരുന്നു. അതിനുള്ളിലൂടെ പൊത്ത് കയറി പോകാനായിട്ട് പതിവ് പോലെ കുറേ ബൈക്ക് റൈഡേഴ്സും ഉണ്ട്. എല്ലാം കടന്ന് നന്ദി ഹില്ലിനെ ഉള്ളിലേക്ക് എത്തി നമ്മൾ.
നല്ല വൃത്തിയോടുകൂടി പരിപാലിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നന്ദി ഹില്ല്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ കല്ലുകളൊക്കെ പാകി പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴുള്ള നന്ദി ഹില്ലിൻ്റെ അവസ്ഥ. ഞങ്ങൾ എത്തിയ സമയം ഉച്ചയാണെങ്കിൽ കൂടിയും ചെറിയ കോടമഞ്ഞും തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. അവിടെയായി ചെറിയൊരു കെട്ടിടമുണ്ട്, ടിപ്പു സുൽത്താൻ്റെ സമ്മർ റെസിഡൻസ്. ഉള്ളിലേക്കൊന്നും കിടക്കാൻ കഴിഞ്ഞില്ല, എല്ലാം ബ്ലോക്ക്ഡാണ്. അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അതിനുശേഷം നന്ദി ഹില്ലിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പോയി. വളരെ വിശാലമായ ഒരു കുളമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം, ടിപ്പു സുൽത്താൻ്റെ ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നന്ദി ഹില്ല് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വളരെ വൃത്തിയോടുകൂടി പരിപാലിക്കപ്പെടുന്ന സ്ഥലങ്ങളായിരുന്നു എല്ലാം തന്നെ. ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയി. സമയം ഏകദേശം 3:30 കഴിഞ്ഞു. ലഞ്ച് ഇതുവരെയായിട്ടും ആയില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ ഗ്യാസ് സിലിണ്ടറും അതോടൊപ്പം തന്നെ ടേസ്റ്റി നിപ്പിൾസിൻ്റെ റെഡി ടു ഈറ്റ് ഫുഡും എല്ലാം എടുത്ത് ഒരു മുട്ട ബുൾസയൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് തന്നെ റോഡ് സൈഡിലിരുന്ന് ഫുഡൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും അടുത്ത യാത്ര. ചാർജ് ചെയ്യണം. ചാർജ് ഏകദേശം 20% എത്തി. ഞങ്ങളിപ്പോൾ ഉള്ള ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:45 ആകുന്നു. ഇവിടെ നിന്ന് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം. ഏകദേശം 5:35 ആയപ്പോൾ 99% ചാർജായി കഴിഞ്ഞു. ഇനി അടുത്ത യാത്ര മൈസൂരിലേക്ക്. രാത്രി ആ നൈസ് റോഡിലൂടെയുള്ള യാത്ര വളരെ നല്ലതായിരുന്നു. ബാംഗ്ലൂർ മൈസൂർ ഹൈവേ സൂപ്പർ. അധികം വണ്ടികളുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് പോകാനായിട്ട് നല്ല രസമായിരുന്നു. ആ സൈഡിലെ പച്ചപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ആസ്വദിച്ച് നൈറ്റ് ഡ്രൈവ് ചെയ്തു. രാത്രിയോടുകൂടി മൈസൂരെത്തി. അവിടെ ഒരു റൂം എടുത്ത ശേഷം അവിടെ തന്നെയുള്ള കൊമേഴ്സ്യൽ സ്ട്രീറ്റ് കാണാനായിട്ട് ഇറങ്ങി. ബാംഗ്ലൂർ ചെയ്യാൻ വിട്ടുപോയ കുറച്ചധികം പർച്ചേസ് ഇവിടെയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു കടയിലേക്ക് ചെന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഡ്ഡലി സാമ്പാർ, അതോടൊപ്പം തന്നെ അവിടെ കിട്ടുന്ന കുഞ്ഞ് ഗ്ലാസ്സിലെ ചായ. ആഹാ, അന്തസ്. നിമിഷ നേരം കൊണ്ട് കൊണ്ടുവന്ന സാമ്പാറും ഇഡ്ഡലിയും എല്ലാം തീർത്തു. അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങി. ഇപ്പോഴും ചാർജ് 38% ഉണ്ട്. അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഇവിടെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 11:20 ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ എത്തിയായിരുന്നു. അവിടെ മൊത്തത്തിൽ 4 ചാർജിങ് യൂണിറ്റുകളുണ്ടായിരുന്നു. ഈ മോളിൻ്റെ ബേസ്മെൻറ്റ് 2 ലെവലിലായിരുന്നു ഈ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം ഉണ്ടായിരുന്നത്. ഇവിടെ എയർടെലിനൊഴികെ ഒരു കണക്ഷനും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാനും പറ്റിയില്ല. എയർടെൽ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിലില്ലായിരുന്നു. പഠിച്ച പണി 18 നോക്കി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോയെന്നറിയാൻ. കുറേ നേരം കഴിഞ്ഞ ശേഷം അവിടെയുള്ള 2 ലോക്കൽസ് നമുക്ക് സഹായം ചെയ്യാനായിട്ട് വന്നായിരുന്നു. അവരുടെ വൈഫൈ ഷെയർ ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നു. ഒരു രക്ഷയില്ല. അവിടെ നിന്നും മടുത്തു എന്നല്ലാതെ ചാർജിങ്ങിന് നോ രക്ഷ. ഇത് 12:10 എന്നിട്ടും ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല. ഇനി അധികം നിന്ന് സമയം കളയാനില്ലാത്തതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്തുള്ള മോൾ ഓഫ് മൈസൂരിൽ വന്നു. അവിടെ സിയോണിൻ്റെ ചാർജർ ഔട്ട്സൈഡ് വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും പറ്റി. ഏകദേശം 90% ആകാനായിട്ട് അധികമൊന്നും സമയം നമുക്കിവിടെ എടുത്തില്ല. 286 കിലോമീറ്റർ റേഞ്ച് ഇനിയും കാണിക്കുന്നുണ്ട്. 90% ചാർജായി. നമ്മൾ 1:20 ആയപ്പോൾ ചാർജിങ് എല്ലാം കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. അടുത്ത യാത്ര വീണ്ടും തുടങ്ങി. ഇനി നേരെ വയനാട് വഴി കോഴിക്കോട്ടേക്ക്. അവിടെയാണ് അടുത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സമയം 3 മണിയാകാറായി. വിശപ്പടിച്ചു തുടങ്ങി. എന്തെങ്കിലും കഴിക്കണം. അതിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം തേടി പോവുകയായിരുന്നു. ഹൈവേക്ക് സൈഡിലായിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കിട്ടി. നോക്കുമ്പോൾ മരങ്ങളും ചെടികളുമൊക്കെ നിറഞ്ഞൊരു സ്ഥലത്ത് ഉള്ളിലേക്കായിട്ട് 3-4 ചെയറൊക്കെ ഇട്ട് സൂപ്പർ ഒരു സെറ്റപ്പിൽ ആരോ ചെയ്തു വെച്ചേക്കുക. ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ എടുത്ത് നേരത്തെ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നത്തെ ലഞ്ചിനുള്ള വഴി നോക്കി. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കോഴിമുട്ടയുണ്ട്. അതൊന്ന് ഓംലേറ്റ് അടിക്കണം. കയ്യിലുള്ള ഫുഡ് ചോറ് മീൻകറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിക്കണം. ഇതാണ് അടുത്ത പരിപാടി.
കുറച്ച് സമയം അവിടെ റിലാക്സ് ആവുകയും ചെയ്യാം. ഇതെല്ലാം വെച്ച് കഴിച്ച് സൂപ്പറായിട്ട് സന്തോഷത്തോടുകൂടി അടുത്ത വീണ്ടും യാത്ര തുടങ്ങണം. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇനി നേരെ കേരളത്തിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു സൂര്യകാന്തി പാടം, അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടൻ പറയുന്നുണ്ട് 50 രൂപയാണ് അകത്തേക്ക് കയറുന്നതിന്. ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളും കൊടുത്തു 50 രൂപ, 3 പേർക്ക് 50 രൂപ കേട്ടോ. അതെല്ലാം കൊടുത്തു സൂര്യകാന്തി പാടത്തിന് നടുവിലേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പോകാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. ഇനി പോകുന്നത് ബന്ദിപ്പൂർ കാടുകൾക്കുള്ളിൽ കൂടിയാണ്. അവിടുത്തെ ചെക്ക് പോയിൻ്റ് കണ്ടു. 20 രൂപ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. പേയ്മെൻറ്റ് കൊടുത്തു. പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല, അങ്ങനെയുള്ള കുറേ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ കാടിനുള്ളിലൂടെയുള്ള യാത്ര സൂപ്പറായിരുന്നു. ഓടിച്ചു പോകാനായിട്ട് എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. വഴിയിൽ കാട്ടുപോത്തും ആനയും എല്ലാം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വയനാടെത്തി. വയനാട് ചുരമിറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഇനിയിപ്പോൾ. അതിനു മുമ്പായിട്ട് വഴിയരികിലൊന്ന് നിർത്തി താഴേക്കുള്ള വ്യൂ നോക്കി. എന്ത് രസമാണ്! മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന വണ്ടികളുടെ നീണ്ട നിരയുണ്ട്, ലൈറ്റൊക്കെ ആയിട്ട്. എന്ത് രസം! സൂപ്പർ. കുറച്ച് നേരം അവിടെ നിന്നു. കാറ്റൊക്കെ കൊണ്ട് വീണ്ടും യാത്ര തുടങ്ങി നേരെ കോഴിക്കോടേക്ക്. കോഴിക്കോട് വന്നു. അടുത്ത ചാർജിങ് കഴിഞ്ഞു. 82%, 261 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. നമുക്കിത് ഏകദേശം ഒരു 200-ന് മുകളിൽ എന്തായാലും റേഞ്ച് കിട്ടും എങ്ങനെ പോയാലും. സോ അടുത്ത സ്റ്റേഷൻ നമുക്ക് പോകേണ്ടത് അങ്കമാലിയാണ്. അങ്കമാലിയിലാണ് അടുത്ത് ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട് വരെ എത്താം എന്നുള്ളൊരു ധാരണയിലാണ് നമ്മുടെ യാത്ര. അങ്കമാലി അടുത്തുള്ള കറുകുറ്റി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാം. ഞങ്ങളിവിടെ എത്തി. സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ വണ്ടിയിൽ ഏകദേശം 23% ചാർജ് ബാലൻസ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് 100% ആക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്താനായിട്ട് പിന്നെ ചാർജ് ചെയ്യേണ്ടി വരില്ല എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളുള്ളത്. ഈ കാണുന്നത് അവിടെയുള്ള റെസ്റ്റോറൻറ്റിലെ വാഷ്റൂമിൽ കയറിയപ്പോൾ ഉള്ളൊരു ബോർഡാണ്, റെഡി എയിം ഫയർ. എന്തിനാണെന്ന് പറയണ്ടല്ലോ, അറിയാമല്ലോ. നമ്മളിവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് 1 മണിക്കൂർ 54 മിനിറ്റായി. 96% ചാർജ് കയറിയത്. 100% ആകാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. 16 കിലോവാട്ട്സ് വെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇനിയും ലേറ്റാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ നിർത്തി. 98% സ്റ്റോപ്പ് ചെയ്തു. വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ചാർജ് ഞങ്ങൾ ഉദ്ദേശിച്ചത്രയും ഞങ്ങൾക്ക് കിട്ടിയില്ല. 254 കിലോമീറ്റർ ഞങ്ങൾക്ക് വണ്ടിയിൽ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. എങ്കിലും വീടെത്താറാകും തോറും ചാർജിൻ്റെ അളവ് കുറഞ്ഞു വന്നു. ഏകദേശം 220-ന് താഴെ മാത്രമാണ് ആ ഒരു നൈറ്റ് ഡ്രൈവിൽ നമുക്ക് കിട്ടിയ ഫുൾ ചാർജ്. 98%-ൽ നിന്ന് കിട്ടിയ ചാർജസ്. സോ കൊല്ലം എത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു ചാർജിങ് സ്റ്റേഷനിൽ കൂടെ വന്നിട്ട് നിർത്തി ഞങ്ങൾക്ക് വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഏകദേശം ഞങ്ങളുടെ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. 1600 കിലോമീറ്ററിന് മുകളിലാണ് ഞങ്ങൾ ഈ യാത്രയിൽ മൊത്തത്തിൽ ചെലവഴിച്ചത്.